ഹായ് ഫ്രണ്ട്സ്, ഞാൻ എടുക്കുന്ന ടോപ്പിക്ക് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്നതാണ്. കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ഈസ് എ സോർട്ട് ഓഫ് മൾട്ടിപ്ലക്സിംഗ് ദാറ്റ് facilitates various signals to occupy a signal transmission channel. It optimizes the use of available bandwidth. The technology is commonly used in ultra-high frequency cellular telephone systems, bands ranging between the 800 MHz and 1.9 GHz. Code division. സിഗ്നലിൻ്റെ കോഡ് division multiple access is a sort of multiplexing that facilitates various signals to occupy a single transmission channel. ഈ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ഈസ് എ സോർട്ട് ഓഫ് മൾട്ടിപ്ലക്സിംഗ് ആണ് ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് വേരിയസ് സിഗ്നൽസ് ടു ഓക്യുപ്പൈ, അതായത് ഡിഫറൻറ്റ് സിഗ്നൽസിന് ടു ഓക്യുപ്പൈ എ സിംഗിൾ ട്രാൻസ്മിഷൻ ചാനൽ, ഒരു സിംഗിൾ ട്രാൻസ്മിഷൻ ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ഇറ്റ് ഒപ്റ്റിമൈസസ് ദ യൂസ് ഓഫ് അവൈലബിൾ ബാൻഡ്വിഡ്ത്ത്, അതായത് അവൈലബിൾ ആയ ബാൻഡ്വിഡ്ത്തിനെ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ദ ടെക്നോളജി ഈസ് കോമൺലി യൂസ്ഡ് ഇൻ അൾട്രാ ഹൈ ഫ്രീക്വൻസി. ഈ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നത് അൾട്രാ ഹൈ ഫ്രീക്വൻസി സെല്ലുലാർ ടെലിഫോൺ സിസ്റ്റംസിലും, പിന്നെ ബാൻഡ്സ്, അതായത് ബാൻഡ്വിഡ്ത്ത് റേഞ്ചിങ് ബിറ്റ്വീൻ 800 MHz 1.9 GHz ഇടയിലുള്ള ബാൻഡുകൾക്കും ആണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. CDMA, അതായത് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസിനെ കുറിച്ച് ഓവർവ്യൂ ചെയ്യുകയാണെങ്കിൽ, കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് സിസ്റ്റം ഈസ് വെരി ഡിഫറൻറ്റ് ഫ്രം ടൈം ആൻഡ് ഫ്രീക്വൻസി മൾട്ടിപ്ലക്സിംഗ്. ഇത് ഫ്രീക്വൻസി മൾട്ടിപ്ലക്സിംഗ് എന്നും ടൈം മൾട്ടിപ്ലക്സിംഗ് എന്നും ഡിഫറൻ്റ് ആണ്. ഇൻ ദിസ് സിസ്റ്റം എ യൂസർ ഹാസ് ആക്സസ് ടു ദ വോൾ ബാൻഡ്വിഡ്ത്ത് ഫോർ ദ എൻ്റയർ ഡ്യൂറേഷൻ. The basic principle is that different CDMA codes are used to distinguish among the different uses. Techniques generally used are direct sequence spread spectrum modulation, frequency hopping, or mixed CDMA detection. Here a signal is generated which extends over a wide bandwidth. A code called spreading code is used to perform this action. അതായത് സ്പ്രെഡിങ് കോഡിനെയാണ് നമ്മൾ ഈ ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. യൂസിങ് എ ഗ്രൂപ്പ് ഓഫ് കോഡ്സ് വിച്ച് ആർ ഓർത്തോഗണൽ ടു ഈച്ച് അതർ, ഇറ്റ് ഈസ് പോസിബിൾ ടു സെലക്ട് എ സിഗ്നൽ വിത്ത് എ ഗിവൺ കോഡ് ഇൻ ദ പ്രസൻസ് ഓഫ് മെനി അതർ സിഗ്നൽസ് വിത്ത് ഡിഫറൻറ്റ് ഓർത്തോഗണൽ കോഡ്സ്. അതായത് ഓർത്തോഗണലായി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോഡ്സിന് നിന്നും ഒരു കോഡിനെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ്. ഈ പ്രോസസ്സിൽ നമ്മൾ എടുക്കുന്നത്. ഹൗ ഡസ് CDMA വർക്ക്സ്? CDMA എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? CDMA allows up to 61 concurrent users in a 1.2288 MHz channel by processing each voice packet with 2 PN codes. There are 64 voice codes available to differentiate between codes and theoretical limits. Operational limits and quality issues will reduce the maximum number of codes somewhat lower than this value. In fact, many different signals baseband with different spreading codes can be modulated on the same carrier to allow many different uses to be supported. Using different orthogonal codes, interference ബിറ്റ്വീൻ ദ സിഗ്നൽ ഈസ് മിനിമൽ. അതായത് ഓർത്തോഗണൽ കോഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇൻ്റർഫറൻസ് ബിറ്റ്വീൻ ദ സിഗ്നൽ എന്തായിരിക്കും? മിനിമം ആയിരിക്കും. അതായത് ഇൻ്റർഫറൻസ് വളരെ കുറയും. കോൺവേഴ്സ്ലി, വെൻ സിഗ്നൽസ് ആർ റിസീവ്ഡ് ഫ്രം സെവറൽ മൊബൈൽ സ്റ്റേഷൻസ്, ദ ബേസ് സ്റ്റേഷൻ ഈസ് capable of isolating each as they have different orthogonal spreading codes. The following figure shows the technicality
of the CDMA system. അതായത് ഫോളോയിങ് ഫിഗറിൽ നമുക്ക് CDMA സിസ്റ്റത്തിൻ്റെ ടെക്നിക്കാലിറ്റി എന്താണെന്ന് കാണാൻ പറ്റും. During the propagation, we mixed the signals of all uses, but by that use the same code as the code that was used at the time of sending the receiving side. You can take out only the signal of each user. അതായത് ബേസ് ബാൻഡ് സ്പെക്ട്രം, റേഡിയോ സ്പെക്ട്രം, കോഡ് ഓർത്തോഗണലായി നമ്മൾ യൂസ് ചെയ്യുന്ന കോഡുകൾ എ, കോഡ് ബി, കോഡ് സി, എ ബി സി, സി ബി, അങ്ങനെ ബേസ് ബാൻഡ് സ്പെക്ട്രത്തിലേക്കും റേഡിയോ സ്പെക്ട്രത്തിലേക്കും കോഡ് സെൻഡ് ചെയ്യുന്നു. ഇതാണ് ഒരു CDMA പ്രോസസ്സിൻ്റെ ടെക്നിക്കാലിറ്റി. കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസിൻ്റെ ടെക്നിക്കാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കോഡ് എയും ബിയും, അതായത് ഓർത്തോഗണലായിട്ട് കോഡ് സി ബി എ സെൻഡ് ചെയ്യുന്നു സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക്. അപ്പോൾ ടൈം വരെ ചെയ്യുമ്പോൾ രണ്ട് കോഡുകളായിട്ട് സി ബി എ എന്ന് പറഞ്ഞ് റിസീവറിൽ അത് റിസീവ് ചെയ്യുന്നു. CDMA capacity. The factors deciding the CDMA capacity are processing gain, signal to noise ratio. അതായത് പ്രോസസ്സിംഗ് ഗെയിൻ ഒരു CDMA കപ്പാസിറ്റിയെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടറാണ്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, വോയിസ് ആക്ടിവിറ്റി ഫാക്ടർ, ഫ്രീക്വൻസി റീയൂസ് എഫിഷ്യൻസി. Capacity in CDMA is soft. CDMA has all uses on each frequency and uses are separated by code. This means CDMA operates in the presence of noise and interference. In addition, neighboring cells use the same frequencies, which means no reuse. So CDMA capacity calculations should be very simple. No code channel in a cell multiplied by no cell. But it is not that simple. Although not available code channels are 64, it may not be possible to use a single time since the CDMA frequency is the same. Centralized methods. The band used in CDMA is 824 MHz to 1894 MHz. അതായത് 50 + 20 MHz വരെയുള്ള സെപ്പറേഷൻ ആണ് ഇതിലുണ്ടാവുക. ഫ്രീക്വൻസി ചാനൽ ഇസ് ഡിവൈഡഡ് ഇൻ ടു കോഡ് ചാനൽസ്. ഫ്രീക്വൻസി ചാനലിനെ കോഡ് ചാനലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 1.25 MHz ഓഫ് FDMA ചാനൽസ് ഡിവൈഡ് ഇൻ ടു 64 കോഡ് ചാനൽസ്. അതായത് 1.25 MHz ഉള്ള ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ചാനലിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 64 കോഡ് ചാനൽസായി ഡിവൈഡ് ചെയ്യും. പ്രോസസ്സിംഗ് ഗെയിൻ. CDMA is a spread spectrum technique. Each data bit is spread by a code sequence. This means energy per bit is also increased. This means that we get a gain of this. Power gain 10 log W by R. W is spread rate, R is data rate. For CDMA, power gain 10 log 1228800 by 9600. അതായത് 21 dB. This is a given gain factor and the actual data propagation rate. On an average, a typical transmission condition requires a signal to the noise ratio of 7 dB for the adequate quality of voice. Translated into ratio, signal must be 5 times stronger than noise. അതായത് റേഷ്യോയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. സിഗ്നൽ മസ്റ്റ് ബി 5 ടൈംസ് സ്ട്രോങ്ങർ ദാൻ നോയ്സ്. ആക്ച്വൽ പ്രോസസ്സിംഗ് ഗെയിൻ P gain minus SNR 21 minus 7 14 dB. CDMA uses variable rate recorder. The voice activity factor of 0.4 is considered
minus 4 dB. Hence CDMA has 100% frequency reuse. Use of same frequency in surrounding cells causes some additional interference. In CDMA frequency, reuse efficiency is 0.67, 70% efficiency is equal to minus 1.73 dB. Advantages of CDMA. CDMA has a soft capacity. The greater the number of codes, the more the number of users. It has the following advantages. CDMA requires a tight power control as it suffers from near field effect. In other words, a user near the base station transmitting with the same power will draw the signal later. All signal must have more or less equal power at the receiver. Receivers can be used to improve signal reception. Delayed versions of time, a chip or later of the signal, multipath signals can be collected and used to make decisions at the bit level. Flexible transfer may be used. Mobile base stations can switch without changing operator. Two base stations receive mobile signal and the mobile receives signals from the two base stations. Transmission burst, reduce interference. Any disadvantages of CDMA? The disadvantages of using CDMA are as follows. The code length must be carefully selected. A large code length can induce delay or may cause interference. Time synchronization is required. Other disadvantages are gradual transfer increases the use of radio resources and may reduce capacity. That is a disadvantage. Gradual transfer increases the use of radio resources. Gradual transfers use of radio resources use increase ചെയ്യുന്നത് കൊണ്ട് reduce ഇത് capacity reduce ചെയ്യും. As the sum of the power received and transmitted from a base station needs constant tight power control. This can result in several handovers. അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി നമുക്ക് ബാക്കി നോക്കാം. FDMA, TDMA, CDMA ഫിഗർ റെപ്രസെൻറ്റേഷൻ ആണ്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്, ഫ്രീക്വൻസി വേഴ്സസ് ടൈം, TDMA ഫ്രീക്വൻസി വേഴ്സസ് ടൈം, CDMA ഫ്രീക്വൻസി വേഴ്സസ് ടൈം. ആദ്യത്തേൽ ഫ്രീക്വൻസിയാണ് ഡിവൈഡ് ചെയ്യുന്നത്, പിന്നെ ടൈം ഡിവിഷൻ, പിന്നെ കോഡ് ഡിവിഷൻ, മൾട്ടിപ്പിൾ ആക്സസ്. Then next, CDMA network is the system meant to regulate CDMA technology. It includes all aspects and functionality starting from the base station, transmitting antenna, receiving antenna to mobile switching centers. CDMA overview. CDMA network overview. A base station is an essential element of the CDMA network. A base station covers a small geographical area called a cell. A cell may be omnidirectional or sectional. Each base station has a transmitting antenna and two receiving antennas for each cell. Two receiving
Two receiving antennas are used per cell for the purpose of spatial diversity in many applications. It is a BSC base station controller which controls several base stations. As the rate of the mobile phone data is either 13 kb per second or 8 kb per second, which is non-ISDN. But the switches which are the mobile switching centers MSC are generally switched to 64 kb per second. Therefore, before it is switched, it is necessary to convert this mobile data rates to 64 kb per second. This is accomplished by a member, which is the transcoder. The transcoder may be separate element or it can be allocated in each base station or MSC. All base stations are connected to the MSC, which is the mobile switching center. MSC is the entity that manages the establishment, connection, maintenance, and disposal of calls within the network and also with the outside world. MSC also has a database called HLR AC, which is a home location register authentication center. HLR is the database which maintains the database of all network subscriptors. AC authentication center is a part of the security of the HLR, which is some algorithms to examine mobile phones. The MSC is connected to the outside world, that is the fixed line network. MSC can also be connected to several other MSCs. ഇനി CDMA ഐഡൻറ്റിറ്റീസ് നെറ്റ്വർക്ക് ഐഡൻറ്റിറ്റീസ് ആണ്. സിസ്റ്റം ഐഡൻറ്റിറ്റി, നെറ്റ്വർക്ക് ഐഡൻറ്റിറ്റി, SID, NID എന്ന് പറയുന്നത്. മൊബൈൽ സ്റ്റേഷൻ ഐഡൻറ്റിറ്റീസ് ആണ് ESN ഇലക്ട്രോണിക് സീരിയൽ നമ്പർ, പെർമ്യൂട്ടഡ് ESN, IMSI ഇന്റർനാഷണൽ മൊബൈൽ സ്റ്റേഷൻ ഐഡൻറ്റിറ്റി, IMSI S, IMS 11212 സ്റ്റേഷൻ class mark. Difference between FDMA, TDMA and CDMA, SDMA. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്, ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്, കോ ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്, സ്പേസ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ്. Frequency division multiple access. FDMA is a type of channelization protocol. In this, bandwidth is divided into various frequency bands. Each station is allocated with band to send data and that band is reserved for particular station for all the time, which is as follows. അതായത് അതിൻ്റെ ഒരു പിക്ചറിൽ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ 3 ഫ്രീക്വൻസി ബാൻഡ്സിനെ നമ്മൾ പിക്ചറായിട്ട് റെപ്രസെൻ്റ് ചെയ്താൽ അതിൻ്റെ ഡാറ്റ സെൻഡ് ചെയ്യാണ് റിസീവറിലേക്ക്. അപ്പോൾ കോമൺ ചാനലിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് നടക്കും. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇത്, ഫ്രീക്വൻസി ടൈം റെപ്രസെൻറ്റേഷൻ. അതായത് കോമൺ ചാനലിൽ ഷെയ്ഡ് ചെയ്ത റീജിയണിലുള്ള ഫ്രീക്വൻസിനെയാണ് അക്സെപ്റ്റ് ചെയ്തത്. The frequency bands of different stations are separated by small band of unused frequency, and that unused frequency bands are called as guard bands that prevents the interference of stations. It is like access method in data link layer, in which data link layer at each station tells its physical layer to make a band pass signal from the data passed to it. The signal is created in the allocated band and there is no physical multiplexer at the physical layer. ഇനി ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്, TDMA. TDMA is the channelization protocol in which bandwidth of channel is divided into various stations on the time basis. ടൈം ബേസിസിലായിട്ട് ബാൻഡ്വിഡ്ത്തിനെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് TDMA ചാനലൈസേഷൻ എന്ന് പറയുന്നത്. ചാനലിൻ്റെ ബാൻഡ്വിഡ്ത്ത് ടൈമിനനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്ന ഒരു പിക്ചറാണിത്. കോമൺ ചാനലിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ ഡാറ്റ ഫസ്റ്റ് നിന്നും സെക്കൻഡിൽ നിന്നും തേർഡിൽ നിന്നും
സെൻഡ് ചെയ്യുമ്പോൾ റിസീവർ സൈഡിൽ ടൈമിനനുസരിച്ച് ബാൻഡ് വിഡ്ത്തിനെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് TDMA എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പിക്ചറാണ്, പിക്ചർ റെപ്രസെൻറ്റേഷനാണ് ഇത്. Each section must be aware of its beginning of time slot and the location of time slot. Each station must be aware of its beginning of time slot. Beginning of time slotനെ പറ്റി ഈച്ച് സ്റ്റേഷനും aware ആയിരിക്കണം. Each station must be aware of its beginning of time slot and the location of the time slot. TDMA requires synchronization between different stations. It is type of access method in the data link layer. At each station, data link layer tells the station to use the allocated time slot. In code division multiple access. In CDMA, all the stations can transmit data simultaneously. It allows each station to transmit data over the entire frequency all the time. Multiple simultaneous transmissions are separated by unique code sequence. Each user is assigned with a unique code sequence. ഈ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അതായത് ഓൾ സ്റ്റേഷൻസ് ക്യാൻ ട്രാൻസ്ഫർ ഡാറ്റ സൈമുൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയം ഡാറ്റ എല്ലാ സ്റ്റേഷനിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ CDMAയുടെ പ്രത്യേകത. ഇറ്റ് അലോസ് ഈച്ച് സ്റ്റേഷൻ ടു ട്രാൻസ്മിറ്റ് ഡാറ്റ ഓവർ ദ എൻറ്റയർ ഫ്രീക്വൻസി ഓൾ ദ ടൈം. Multiple simultaneous transmissions are separated by unique code sequence. അതായത് മൾട്ടിപ്പിൾ സൈമുൾട്ടേനിയസ് ട്രാൻസ്മിഷൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് യുണീക്ക് കോഡ് സീക്വൻസ് വഴിയാണ് ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഈച്ച് യൂസർ ഈസ് അസൈൻ വിത്ത് എ യുണീക്ക് കോഡ് സീക്വൻസ്. സ്പേസ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. Space division multiple access is a channel access method based on creating parallel spatial pipes using advanced antenna technology next to higher capacity pipes through spatial multiplexing and or diversity, by which it is able to offer superior performance in radio multiple access communication systems. Difference between FDMA, CDMA and TDMA. FDMA, TDMA, CDMA തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. FDMA stands for Frequency Division Multiple Access. TDMA stands for Time Division Multiple Access. CDMA represent for Code Division Multiple Access. FDMA. In this, sharing of bandwidth among different stations take place. TDMA. In this, only the sharing of time of satellite transponder takes place. CDMA. In this, there is sharing of both, that is bandwidth and time among different stations take place. There is no need of any code word in FDMA. There is no need of any code word in TDMA. There is need of code word in code division multiple access. Code division multiple access il code word necessary ആയിരിക്കും. ഇനി FDMA യിൽ there is only need of TDMA, time division multiple access, the guard time of the adjacent sources are necessary.
In this, both guards, bands and guard time are necessary in CDMA. Synchronization is not required in FDMA. Synchronization is required in TDMA. Synchronization is not required in CDMA. The rate of data is low in FDMA. The rate of data is medium in TDMA. The rate of data is high in CDMA. Mode of data transfer is continuous signal in FDMA. Mode of data transfer is signal in birds in TDMA. Mode of data transfer is digital signal in CDMA. It is little flexible in FDMA. It is moderate flexible in TDMA. It is highly flexible in CDMA. It is highly flexible in CDMA. Next, നമുക്ക് സ്പേസ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസിൻ്റെ പറ്റിയൊന്ന് ചർച്ച ചെയ്യാം. സ്പേസ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ഈസ് എ ചാനൽ ആക്സസ് മെത്തേഡ് ബേസ്ഡ് ഓൺ ക്രിയേറ്റിംഗ് പാരലൽ സ്പേഷ്യൽ പൈപ്സ്. ഇതൊരു ചാനൽ ആക്സസ് മെത്തേഡാണ്. ക്രിയേറ്റിംഗ് പാരലൽ സ്പേഷ്യൽ പൈപ്സ്, അതായത് പാരലലായിട്ട് സ്പേഷ്യൽ പൈപ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് യൂസിങ് അഡ്വാൻസ്ഡ് ആൻറ്റിന ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ടു ഹയർ കപ്പാസിറ്റി പൈപ്സ്, അതായത് ഹയർ കപ്പാസിറ്റി ഉള്ള പൈപ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ചാനലൈസേഷൻ മെത്തേഡാണ് സ്പേസ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് മെത്തേഡ് ത്രൂ സ്പേഷ്യൽ മൾട്ടിപ്ലക്സിങ്, അതായത് സ്പേഷ്യൽ മൾട്ടിപ്ലക്സിങ് ആൻഡ് ഓർ ഡൈവേഴ്സിറ്റി, by which it is able to offer superior performance. അതായത് ഇതുകൊണ്ട് it is able to offer superior performance in radio multiple access communication system. അതായത് റേഡിയോ മൾട്ടിപ്പിൾ ആക്സസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിനാണ് ഇതും യൂസ് ചെയ്യുന്നത്. ഇത് പെർഫോമൻസ് കൂടുതൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചാനലൈസേഷൻ മെത്തേഡാണ്. ഓക്കെ, താങ്ക് യു.